ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ കേക്ക് പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിംഗ് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ അടുത്തൊരു 10 years ആയപ്പോഴാണ് ഈ കേക്ക് ഇത്രയും പ്രചാരത്തിലായത്. അത് ഭയങ്കര ഒരു സെലിബ്രേഷൻ. ഹോട്ടലിൽ കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞൊരു സെറമണി അതിപ്പം ഭയങ്കര എല്ലാ ഹോട്ടൽസിലും നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് വേണ്ട എല്ലാ സ്പൈസസും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളി ഷെഫ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ട് അതിനകത്ത് വൈൻ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ചേർക്കേണ്ടതാണെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് ഇതിനെ മിക്സിങ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ മെച്ചർ ചെയ്തിട്ടാണ് പിന്നെ അത് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഈ കേക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും സന്തോഷിച്ചത് കേരളത്തിലാണിത്. ആക്ച്വലി ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവമെങ്കിലും കേരളത്തിൽ ഏകദേശം 1800 തലശ്ശേരി നിങ്ങളുടെ നാട്ടിലാണ് അറിയാലോ. മമ്പള്ളി ബാപ്പു അദ്ദേഹമാണ് ഒരു ഫസ്റ്റ് ബേക്കർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ബേക്കിംഗ് ഒക്കെ നമുക്ക് സ്വപ്നം ഇപ്പം പോലും ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ടാണ് ബേക്കിങ്ങിനെ കുറിച്ച് കേരളത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും ഒരു താല്പര്യമായതും. വീട്ടിലൊരു ഓവൻ, നമ്മുടെ ഒരു ഫുഡിന് ഓവൻ എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലേ? സോ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഓവൻ എന്ന് പറഞ്ഞ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബേക്കിങ്ങിനെ കുറിച്ചുള്ള നോളജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഓവനുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആളുകൾ കുക്കറിനകത്ത് വരെ കേക്ക് ഉണ്ടാക്കാനുള്ള പരീക്ഷണം അത്രയ്ക്ക് നെക്സ്റ്റ് ലെവലാണ് നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ച് പ്രചാരമായപ്പം ആ ലെവലിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സമയത്ത് 1800-കളിലൊക്കെ ഇങ്ങനെ ഒരു ബേക്കിംഗ് ഒക്കെ കേരളത്തിൽ തലശ്ശേരിയിൽ ചെയ്യണം അദ്ദേഹം. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. അപ്പോൾ അത് പിന്നീട് ഇങ്ങനെ വന്ന് ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ പന്തലിന്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കേക്ക് മട്ടാഞ്ചേരി കേക്ക് എത്രയാ അതിന്റെ നമ്പേഴ്സ് അവർക്ക് പോലും അറിയില്ല എത്രയാണ് അത് വിറ്റ് പോകുന്നത്. അത്രയ്ക്ക് അതേപോലെ എത്രയോ പ്ലേയേഴ്സ് എല്ലാവരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ ഹോട്ടൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം കേക്ക് കൺസ്യൂംഷൻ ഉണ്ടെന്നുള്ളതാണ്. സോ ഈച്ച് ഹോട്ടലിൽ 1000-2000 കിലോ അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് നമ്പർ ഓഫ് കേക്കാണ് ഈ ഒരു 30 ഡേയ്സ് ഇല്ല. എല്ലാവരും വിൽപ്പന തുടങ്ങുന്ന ഒരു ക്രിസ്മസിന്റെ അടുപ്പിച്ചൊരു 18-20. ആക്ച്വലി ഇപ്പൊ ഒരു ടൈമിലൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കൊണ്ടാണ് ഇത്രയധികം കേക്കുകൾ വിറ്റ് തീരുന്നത്, ആളുകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കും എല്ലാ റെസ്റ്റോറൻറ്റ്സിലും സാധാരണ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം തന്നെ ഈ കേക്ക് മിക്സിംഗ് ആണ് ഇതിന്. അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യും. ഇതിനൊരു റെസിപ്പി ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ യൂണിക് റെസിപ്പി ഉണ്ടാവും. അതിൻ്റെ സ്പൈസസ് ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഈ നട്ട്സും ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട് കുറേ സമയം. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യണം ഓരോ നട്ട്സ്. ഇപ്പം ഉണക്കമുന്തിരിയാണ് അതിൻ്റെ എല്ലാ തട്ടും എല്ലാം കളഞ്ഞ് അത് ഷെഫ്സുമാരെല്ലാം കൂടെ ഒരു 1 week ടൈമാണ് ഇതാദ്യം പ്രൊക്യൂർ ചെയ്ത് ഫ്രൂട്ട്സും ഇതെല്ലാം എത്ര കിലോ ആണോ വാങ്ങിക്കണേ. ഇപ്പം 20 കിലോ അണ്ടിപ്പരിപ്പാണോ, അല്ലെങ്കിൽ എത്ര കിലോ നമ്മുടെ ഉണക്കമുന്തിരിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു റെസിപ്പിക്ക് അനുസൃതമായിട്ട് എല്ലാം വാങ്ങിച്ച് ഓരോന്ന് സെറ്റ് ചെയ്ത് മിക്സ് ഡേയിൽ വലിയൊരു ടേബിൾ ഉണ്ടാക്കി അത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് കുട്ടികൾ എല്ലാവരും ഒരു ക്രിസ്മസ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഒരു സെലിബ്രേഷൻ പോലെ ഒരുമിച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് വേണ്ട ഈ പറഞ്ഞ പാനീയങ്ങളെല്ലാം ഒഴിക്കുകയാണ്. വൈൻ, റം, അങ്ങനെ ഷാമ്പെയിൻ ഒഴിക്കുന്നവരുണ്ട്, പലതരത്തിലുണ്ട്. അത് നമ്മുടെയൊക്കെ ഫ്ലേവർ അനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര രസമാണത്. അപ്പൊ എനിക്കത് ഏറ്റവും ഇഷ്ടം. ഞാൻ ഈ വർഷം ഒരു 5 കേക്ക് മിക്സിങ്ങിന് പങ്കെടുത്തു. വയനാട്ടിൽ പോയപ്പോൾ ചെയ്തു, ഇവിടെ വന്ന് ഇതിന്റെ ചെയ്തു, അല്ലാതെ ലൈമറിഡിയനിൽ ചെയ്തു, വേറെ ഖത്തറിൽ പോയി ചെയ്തു, എവിടേക്കോ ചെയ്തു. പോകുന്നിടത്തെല്ലാം കേക്ക് മിക്സിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിളിക്കും, നമുക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സന്തോഷമാണ്. അങ്ങനെ അത് മിക്സ് ചെയ്ത് മെച്ചുറാക്കി വെക്കും. അത് അത് കുറച്ചുകൂടെ മെച്ചുറാവുന്ന ലാസ്റ്റ് ഇയറിന്റെ സാധനം ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടെ ആൽക്കഹോളിനകത്ത് ഇരുന്ന് സോക്ക് ചെയ്ത് അതിന്റെ ഫുൾ ഫ്ലേവറാണ്. അപ്പൊ അത് പിന്നീട് ബാറ്റർ ഉണ്ടാക്കി ഈ ഫ്രൂട്ട് മിക്സ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ആക്കിയിട്ട് പിന്നീട് ഓവനിൽ അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചു, ചില്ലാക്കി. ചിലപ്പോൾ അതിൻ്റെ മോയ്സ്ചറിന് വേണ്ടിയിട്ട് അതിന് സ്പ്രേ ചെയ്തിട്ട് ഫൈനൽ ബോക്സ് ആക്കിയിട്ടാണ് ഈ സാധനം വരിക. അത് ഞാൻ കാണിച്ചു തരാം.